ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ 11ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് വീഡിയോസ് കാണാറുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതല്ല, നിങ്ങളിതുവരെ കണ്ടിട്ടില്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങളിലേക്ക് വരാം. ഇന്നലെ നൈറ്റ് സെക്കൻഡ് ഷോയ്ക്ക് ഒന്ന് പോയിരുന്നു. ഏകദേശം 80% ആളുകളുണ്ടായിരുന്നു തിയേറ്ററിൽ. അത്യാവശ്യം കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ അവർക്ക് ചിരിക്കുന്നു, ചിലപ്പോൾ കണ്ണ് നിറയുന്നു അവർക്ക്. അങ്ങനെയുള്ളൊരു കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഒരു ജനപ്രിയ നായകൻ തന്നെയാണ്. സിനിമ അത്ര ഗംഭീരമൊന്നുമല്ല, സാധാരണ ഒരു സിനിമ തന്നെയാണ്. ഒരു പക്ഷേ ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സിനിമ തന്നെയുള്ളൂ. പക്ഷേ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന 2.5 മണിക്കൂർ ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരുപാട് എലിമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു പട്ടിയുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ദിലീപ് ചെയ്യുമ്പോൾ അത് നമ്മളെയൊക്കെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുത്താറുണ്ട്. ഈ സിനിമ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിനിമയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കൂടെ വന്ന് കുഞ്ഞിപ്പിള്ളേരുണ്ടായിരുന്നു, അവരൊക്കെ ഇനിയും കാണണമെന്ന് പറയുന്നു. അത് തന്നെയാണ് ദിലീപ് സിനിമയുടെ പ്രത്യേകത. അങ്ങനെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ ഏകദേശം 17% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇന്ന് 12 ലക്ഷം രൂപയോളമാണ്, 12,31,000 രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. അത്ര വലിയ കൂടിയ കളക്ഷനൊന്നുമല്ല. ഇന്നലെ ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു കേരള കളക്ഷൻ വന്നത്. ഇതിനോടകം 11.5 കോടി സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയതായി ഒഫീഷ്യലായി വന്നിരിക്കുന്നു. അതായത് ഇതിൻ്റെ കോസ്റ്റ് 8.5 കോടിയായിരുന്നു, 11.5 കോടിയായി എത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിയതോടെ സിനിമ പ്രോഫിറ്റബിൾ ആയി എന്നും ഉള്ള വാർത്തകൾ പുറത്ത് വന്നിരിക്കുന്നു. പക്ഷേ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ വിജയിക്കണമെങ്കിൽ 20 കോടിയോളം വേണം. അത് കേരള തിയേറ്ററുകളിൽ നിന്ന് തന്നെ വേണം. നമുക്കറിയാം, മലയാള സിനിമയാണ്, പാൻ ഇന്ത്യൻ മൂവിയല്ല. പാൻ ഇന്ത്യൻ ആണെങ്കിൽ ബാക്കിയുള്ള ഭാഷകളിൽ നിന്നുള്ളതും കൂടെ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ കണക്ക് കൂട്ടാം എന്നുള്ളതാണ്. ഇവിടെ മലയാളത്തിൽ നിന്ന് മാത്രമായി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും തന്നെയാണ്. ഏകദേശം 7.5 കോടിയിലേക്ക് എത്തുന്നു ഈ സിനിമ എന്നുള്ളതാണ്. ഇനിയും അതിന് കളക്ഷൻ ബ്രേക്ക് ഈവൻ പോലും ആയിട്ടില്ല. ബ്രേക്ക് ഈവൻ ആകുമെന്ന് പ്രതീക്ഷിക്കാം. തിയേറ്ററിൽ നിന്നൊരു പ്രോഫിറ്റ് ആകുമെന്നുള്ള ചിന്തകളും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണ് സിനിമയുടെ പോക്ക്. പക്ഷേ പ്രതീക്ഷേനേക്കാളും വലിയൊരു വിജയം തന്നെയാണ്. ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളെക്കാളും മികച്ച രീതിയിലാണ് ഈ സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ പോകുന്നത്. ആവറേജ് പെർസെൻറ്റേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ തന്നെയാണ്. എന്തായാലും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ഒരു സിനിമ ഇനി ടിവിയിലും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ആളുകൾ ഭയങ്കരമായി കൈയടിക്കും, മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതൊരു പ്രതീക്ഷേനേക്കാൾ കൂടുതലുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് ഓരോ ദിവസവും വരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയാസ്.